നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ സൈസ് കൂടിയ ഫയലുകൾ ഇമെയിൽ വഴി സെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. സാധാരണയായി 25 MB വരെ മാത്രമേ നമുക്ക് ജിമെയിലിലൂടെയോ യാഹുവിലൂടെയോ ഒക്കെ സെൻഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്നാൽ 2 GB വരെ ഇമെയിൽ വഴി സെൻഡ് ചെയ്യാൻ സീറ്റ അപ്ലോഡർ എന്ന ഈ സോഫ്റ്റ്വെയറിന് കഴിയും. നമ്മൾ അയക്കുന്ന ഫയലുകൾ സീറ്റ അപ്ലോഡറിൻ്റെ സെർവറിൽ അപ്ലോഡ് ചെയ്ത് അതിൻ്റെ ലിങ്ക് ആർക്കാണോ നമ്മൾ അയക്കുന്നത് അവർക്ക് അയച്ചു കൊടുക്കുന്ന സോഫ്റ്റ്വെയറാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഈ ഫയലുകൾ അവർ സൂക്ഷിച്ചു വയ്ക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ ഫയലുകൾ ഡിലീറ്റ് ആയി പോകും. ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. എങ്ങനെയാണ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഡൗൺലോഡ് ചെയ്ത സോഫ്റ്റ്വെയർ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇൻസ്റ്റാൾ ബട്ടൺ പ്രസ് ചെയ്യുക. വളരെ പെട്ടെന്ന് തന്നെ സോഫ്റ്റ്വെയർ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ആയി കഴിയുന്നതാണ്. ഫിനിഷ് ബട്ടൺ പ്രസ് ചെയ്താൽ സോഫ്റ്റ്വെയർ ഓപ്പൺ ആവുന്നതാണ്. സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി കഴിഞ്ഞു. ഇതാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ യൂസർ ഇൻ്റർഫേസ്. ഇതിൽ 3 കോളങ്ങൾ കാണാം. ആദ്യത്തേത് നമ്മൾ സെൻഡ് ചെയ്യേണ്ട ഫയലുകൾ ഏതാണ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട കോളമാണ്. രണ്ടാമത്തേത് ആർക്കാണോ സെൻഡ് ചെയ്യേണ്ടത് അവരുടെ ഇമെയിൽ ID കൊടുക്കേണ്ട ഭാഗമാണ്. മൂന്നാമത്തേത് നമുക്ക് എന്തെങ്കിലും മെസ്സേജുകൾ അയക്കണമെന്നുണ്ടെങ്കിൽ അതും ഇതിലൂടെ തന്നെ ടൈപ്പ് ചെയ്ത് അയക്കാവുന്നതാണ്. അടുത്തത് മോർ എന്ന ഒരു ബട്ടൺ കാണാം. അതിൽ പ്രസ് ചെയ്താൽ ഇതിൻ്റെ കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് കാണാൻ കഴിയും. ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഫയൽ എക്സ്പയർ ഇൻ 2 days എന്ന് വെച്ചാൽ നമ്മൾ അയക്കുന്ന ലിങ്ക് അല്ലെങ്കിൽ നമ്മൾ അയക്കുന്ന ഫയൽ 2 ദിവസം കഴിയുമ്പോൾ എക്സ്പയർ ആയി പോകും. അത് കഴിഞ്ഞ് റിസീവ് ചെയ്യുന്നവർക്ക് ആ ലിങ്കിൽ നിന്നും ഫയലുകൾ ഡൗൺലോഡ് ചെയ്യാൻ കഴിയില്ല. രണ്ടാമത്തെ ഓപ്ഷൻ ഫയൽ എക്സ്പയർ ആഫ്റ്റർ 80 ഡൗൺലോഡ്സ് എന്ന് വെച്ചാൽ 80 തവണ മാത്രമേ ആ ലിങ്കിൽ നിന്നും റിസീവ് ചെയ്യുന്നവർക്ക് ഫയലുകൾ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഇവിടെ 10 എന്ന് കൊടുത്താൽ 10 തവണ മാത്രമേ റിസീവ് ചെയ്യുന്നവർക്ക് ഫയലുകൾ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞ് ആ ലിങ്ക് എക്സ്പയർ ആയി പോകുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മൾ അയക്കുന്ന ഫയലുകൾക്ക് പാസ്വേഡ് കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും. നമ്മൾ ഇവിടെ കൊടുക്കുന്ന പാസ്വേഡ് അറിഞ്ഞിരുന്നാൽ മാത്രമേ റിസീവ് ചെയ്യുന്ന ആൾക്ക് ആ ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുള്ളൂ. അടുത്തത് നോട്ടിഫൈ മീ വെൻ ഫയൽ വാസ് ഡൗൺലോഡഡ്. റിസീവ് ചെയ്യുന്നയാൾ ആ ഫയൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ഈ കോളം ടിക്ക് ചെയ്യുക. അടുത്ത ഓപ്ഷൻ നമ്മൾ അയക്കുന്ന ഫയലുകൾ നമ്മുടെ ഡ്രോപ്പ് ബോക്സ് അക്കൗണ്ടിലേക്ക് സേവ് ചെയ്യണമെങ്കിൽ ഈ ബട്ടൺ ടിക്ക് ചെയ്യുക. ഇത്രയുമാണ് ഈ ഭാഗത്തുള്ള ഈ സോഫ്റ്റ്വെയറിൻ്റെ കോൺഫിഗറേഷൻസ്. നമുക്കിവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ അയക്കേണ്ട ഫയൽ സെലക്ട് ചെയ്യുക. ആർക്കാണോ അയക്കേണ്ടത് അവരുടെ ഇമെയിൽ ID കൊടുക്കുക. എന്തെങ്കിലും മെസ്സേജ് ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് അപ്ലോഡ് നൗ എന്നത് സെലക്ട് ചെയ്താൽ ഫയലിൻ്റെ സൈസ് അനുസരിച്ച് ഫയലുകൾ കംപ്രസ് ചെയ്യുന്നതിനും സെൻഡ് ചെയ്യുന്നതിനും കുറച്ച് ടൈം എടുക്കുന്നതാണ്. കുറഞ്ഞ സൈസിലുള്ള ഫയലാണ് അയക്കുന്നതെങ്കിൽ കുറച്ച് സമയം കൊണ്ട് തന്നെ ഫയലുകൾ സെൻഡ് ആകും. അതല്ല വളരെയധികം സൈസ് കൂടിയ ഫയലുകളാണ് അയക്കുന്നതെങ്കിൽ കംപ്രസ് ചെയ്യുന്നതിനും അയക്കുന്നതിനുമായി കുറച്ചധികം സമയം എടുക്കുന്നതാണ്. നമുക്കൊരു ഫയൽ അയച്ചു നോക്കാം. ഫയലുകൾ മാത്രമല്ല ഫോൾഡർ ഉൾപ്പെടെ നമുക്ക് ഈ സോഫ്റ്റ്വെയർ വഴി അയക്കാൻ കഴിയും. ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ കിടക്കുന്ന മിറർ OP എന്ന ഈ ഫോൾഡർ, ഇതിനകത്ത് 2 ഫോൾഡർ ഉണ്ട്. ഇതുൾപ്പെടെ ഞാൻ എൻ്റെ ഇമെയിലിലേക്ക് അയക്കാൻ ശ്രമിക്കുകയാണ്. അതിനായി അയക്കേണ്ട ഫയൽ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഫോൾഡർ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഫോൾഡറാണ് അയക്കാൻ ശ്രമിക്കുന്നത്. ആഡ് ഫോൾഡർ എന്ന് സെലക്ട് ചെയ്യുക. അതിൽ മിറർ OP സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്ത് OK കൊടുത്തു. ഇപ്പോൾ എനിക്ക് എൻ്റെ ഇമെയിലിലേക്ക് അയക്കാനുള്ള ഫയൽ സെലക്ട് ആയി കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ ഇമെയിൽ ID കൊടുക്കുകയാണ്. എന്തെങ്കിലും മെസ്സേജ് ഉണ്ടെങ്കിൽ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ചെറിയൊരു മെസ്സേജ് ടൈപ്പ് ചെയ്തു. ഇനി അപ്ലോഡ് നൗ എന്ന ബട്ടൺ പ്രസ് ചെയ്താൽ കുറച്ച് സമയത്തിനുള്ളിൽ ഈ ഫയൽ എൻ്റെ ഇമെയിലിലേക്ക് അയച്ചു തരുന്നതാണ്. അപ്ലോഡ് നൗ. ആ ഫയലുകൾ കംപ്രസ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള ടൈമാണ് ഇവിടെ കാണിക്കുന്നത്. ഫയലിൻ്റെ സൈസ് അനുസരിച്ച് സെൻഡ് ചെയ്യുന്ന ടൈമിൽ വ്യത്യാസമുണ്ടാകും. ഫയൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി അപ്ലോഡഡ് എന്നൊരു മെസ്സേജ് കാണിക്കും. അപ്പോൾ തന്നെ ആ ഫയൽ ഇമെയിലായി റിസീവറിന് കിട്ടുന്നതാണ്. ഞാൻ എൻ്റെ ഇമെയിലിലേക്കാണ് അയച്ചത്. നോക്കുക, എൻ്റെ ഇമെയിലിൽ സീറ്റ അപ്ലോഡർ എന്ന ഒരു ഇമെയിൽ വന്നിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്താൽ അതിനുള്ളിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ലിങ്കും അത് എത്ര MB സൈസ് ഉണ്ട് എന്നും അതുപോലെ ഞാൻ അയച്ച മെസ്സേജും കാണാൻ കഴിയും. ദിസ് ഈസ് ടെസ്റ്റ് ഫയൽ എന്നാണ് ഞാൻ അവിടെ മെസ്സേജ് കൊടുത്തിരുന്നത്. ആ മെസ്സേജ് എനിക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ ഈ ഫയൽ എന്ന് എക്സ്പയർ ആകും എന്നും ഇവിടെ കാണാൻ കഴിയും. ജൂൺ 25-ന് ശേഷം നമുക്ക് ഈ ഡൗൺലോഡ് ഓപ്ഷനിൽ നിന്നും ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ കഴിയില്ല. ഞാൻ സെൻഡ് ചെയ്ത ഫയൽ എടുക്കണമെങ്കിൽ ഡൗൺലോഡ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. ഓട്ടോമാറ്റിക്കായി തന്നെ ആ ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ആകുന്നതാണ്. ഇതുപോലെ 2 GB വരെ സൈസുള്ള ഫയലുകൾ ഈ സോഫ്റ്റ്വെയർ വഴി നമുക്ക് മറ്റുള്ളവരുടെ മെയിലിലേക്ക് അയക്കാൻ കഴിയും. സീറ്റ അപ്ലോഡറിൻ്റെ വെബ് കൺസോളും ലഭ്യമാണ്. ഇതുപയോഗിച്ചാൽ നമുക്ക് ഈ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. വെബ്സൈറ്റിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് അയക്കേണ്ട ഫയൽ സെലക്ട് ചെയ്യാനും അയക്കാനും കഴിയും. അതിനായി www.sita-uploader.com എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക.
അതിൽ നമുക്ക് അയക്കേണ്ട ഫയൽ സെലക്ട് ചെയ്യാനും ആർക്കാണോ അയക്കേണ്ടത് അവരുടെ ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനും എന്തെങ്കിലും മെസ്സേജ് ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്യാനും കഴിയും. അത് കഴിഞ്ഞ് ഐ എഗ്രി വിത്ത് മീ എന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് ചെയ്ത് അപ്ലോഡ് നൗ എന്ന് സെലക്ട് ചെയ്താൽ നമ്മുടെ സോഫ്റ്റ്വെയർ വഴി അയച്ചതുപോലെ തന്നെ ഈ വെബ്സൈറ്റിൽ നിന്നും ഡയറക്റ്റായി ഇമെയിലുകൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. കൂടാതെ ഈ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്താൽ നിങ്ങളുടെ ലൈഫ് ടൈം ആക്ടിവിറ്റീസ് അറിയാൻ കഴിയും. നിങ്ങൾ ആർക്കൊക്കെ മെയിലുകൾ അയച്ചിട്ടുണ്ട്, എത്ര MB അല്ലെങ്കിൽ എത്ര GB ഫയലുകൾ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്താൽ അറിയാൻ കഴിയും. അതിനായി ലോഗിൻ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങൾ പുതിയ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനായി ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് കൊടുക്കുക. എനിക്ക് ആൾറെഡി ഒരു അക്കൗണ്ട് ഉള്ളത് കൊണ്ട് ഞാൻ അതിൽ ലോഗിൻ ചെയ്യുകയാണ്. അക്കൗണ്ട് ഇൻഫർമേഷൻ ടൈപ്പ് ചെയ്ത് ലോഗിൻ കൊടുക്കുക. ലോഗിൻ ചെയ്താൽ മുകളിലായി നമ്മുടെ അക്കൗണ്ട് വിവരങ്ങൾ കാണാൻ കഴിയും. അതിൽ ഈ ആരോ പ്രസ് ചെയ്ത് ഹിസ്റ്ററി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അന്ന് മുതൽ ഇന്ന് വരെ ആർക്കൊക്കെ ഇമെയിലുകൾ അയച്ചിട്ടുണ്ട്, എത്ര MB അയച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. നോക്കുക, 355 MB 360 MB സൈസുള്ള ഫയലുകൾ ഞാൻ സി ടാബ് വഴി എൻ്റെ സുഹൃത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവർ എത്ര പ്രാവശ്യം ആ ലിങ്ക് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്തു എന്നുള്ളതാണ് ഈ ഭാഗത്ത് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാനിപ്പോൾ സെൻഡ് ചെയ്ത ഹിസ്റ്ററിയാണ് ഈ കാണുന്നത്. 8 MB സൈസുള്ള ഫയൽ ഞാൻ സെൻഡ് ചെയ്തു. അത് ഒരു പ്രാവശ്യം ഡൗൺലോഡ് ചെയ്യുകയും ചെയ്തു. നിങ്ങളുടെ പാസ്വേഡ്, നെയിം മുതലായവ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ആരോയിൽ തന്നെ ഒന്നുകൂടി പ്രസ് ചെയ്യുക. അതിൽ പ്രിഫറൻസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ID അതുപോലെ തന്നെ പേര് എന്നിവ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് സേവ് കൊടുത്താൽ മതിയാകും. ഈ സൈറ്റിൽ നിന്നും ലോഗ് ഔട്ട് ചെയ്യണമെങ്കിൽ ലോഗ് ഓഫ് എന്ന ബട്ടൺ പ്രസ് ചെയ്താൽ മതിയാകും. ഈ സോഫ്റ്റ്വെയർ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു.